അപ്പോൾ ഇനി അങ്കമാലി മണ്ഡലമാണ്. അങ്കമാലി മണ്ഡലം എന്ന് പറയുന്നത് 9 ലോക്കൽ ബോഡികൾ ചേർന്നതാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റിയും ബാക്കി 8 പഞ്ചായത്തുകളുമാണ് ഇതിലുള്ളത്. അങ്കമാലിയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള വോട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും UDF ഭയങ്കര ഒരു മുന്നേറ്റം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. എറണാകുളം ജില്ല പൊതുവെ ഒരു ട്രെൻഡ് അങ്ങനെ ആയെന്ന് തോന്നുന്നു. എന്തായാലും UDF 45% വോട്ട് പിടിച്ചു. 61,720, 45% വോട്ട് നേടിയിരിക്കുകയാണ്. LDF 35,000, 35,000 വോട്ടേ ഉള്ളൂ. അത് 25% വോട്ടേ ഉള്ളൂ. അതേഴ്സ് എല്ലാം കൂടെ ഒരു 30,000 വോട്ടോളം ഉണ്ട്. BJP 10,000 വോട്ടും പിടിച്ചിട്ടുണ്ട്. UDF 92 എന്ന് പറയുന്നത് 92 മെമ്പേഴ്സ് ഉണ്ട്. LDF 47 മെമ്പേഴ്സ് ഉണ്ട്. അതേഴ്സ് 23 ഉണ്ട്. NDA 4 ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വോട്ട് നിലവാരം. നമ്മൾ ഇനി സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ അങ്കമാലിയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പഴയ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2011 മുതൽ ജനതാദൾ എസ് ജോസ് തെറ്റയിൽ ജയിക്കുന്ന ഘടകകക്ഷികൾ കൊടുത്തേക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിനാണ് മത്സരിച്ച് റോജി എം ജോൺ 16 ജയിച്ചു. റോജി എം ജോൺ തന്നെ 21 ജയിച്ചു. നല്ല ഭൂരിപക്ഷമുണ്ട്. ഇത്തവണ റോജി എം ജോൺ തന്നെയാണ് മത്സരിക്കുന്നത്. LDF വേണ്ടി സാജു പോളും BJP അത് 2020 കൊടുത്തേക്കാണ്. റോമി കുര്യാക്കോസാണ് 2020 വേണ്ടി മത്സരിക്കുന്നത്. എറണാകുളത്തെ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ UDF ഒരു സ്ട്രോങ് ലീഡ് ലോക്കൽ ബോഡിയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ മെമ്പർമാർ കൂടുതലാണ്. സ്ഥിരമായിട്ടുള്ള സിറ്റിംഗ് സ്ട്രോങ് UDF സീറ്റാണ്. അതുകൊണ്ട് UDF അങ്കമാലി പിടിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. NDA ആണ് നോക്കേണ്ടത്. NDA ഒരു നല്ലൊരു ഡബിൾ 20,000 കൂടുതൽ വോട്ട് ഷെയറിലോട്ട് 20,000 വോട്ടിൽ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് NDAക്ക്. അപ്പോൾ എന്തായാലും അങ്കമാലി UDF നേടുമെന്നാണ് ഞാൻ കരുതുന്നത്.